എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് അക്യുപഞ്ചറിൽ വേദനകളെ മാറുള്ളൂ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ വേദന മാത്രമല്ല, നമുക്ക് വീണാൽ പൊട്ടിയാലോ നമ്മുടെ എല്ലുകൾ ഒടിഞ്ഞാലോ ഒക്കെ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഞാൻ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചതിന് ശേഷം എനിക്ക് വ്യത്യാസം വന്ന് എൻ്റെ ലൈഫേ മാറി. എനിക്ക് നല്ല എനർജി വരാൻ തുടങ്ങി. വീട്ടിലെ പണിയൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റിയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകണം. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞ്, ഈ ട്രീറ്റ്മെന്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ നീ പോയി പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസമേ ക്ലാസ് ഉള്ളൂ. അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി പഠിച്ചു. പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മക്ക് അമ്പലത്തിൽ നിന്ന് വീണിട്ട് പൊട്ടിയത്. നെറ്റിയുടെ ഈ ഭാഗത്തേക്ക് നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായി. കണ്ണട വെക്കുന്ന അതായതുകൊണ്ട് അമ്പലത്തിൽ അറിയാലോ, കരിങ്കല്ലിനോ എന്തിനോ തട്ടിയെന്നറിയില്ല. അമ്മ വീണ് നെറ്റി നന്നായിട്ട് പൊട്ടി മുറിഞ്ഞു. പക്ഷേ അപ്പോഴും നമ്മൾ സാധാരണ വേഗം പോയിട്ട് ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കുക, ട്രീറ്റ്മെന്റ് എടുക്കുകയല്ലേ ചെയ്യുക. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരും എല്ലാം സ്വാഭാവികമായിട്ട് അമ്മേനോട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ജിഷ, ഞാൻ എൻ്റെ നെറ്റി ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു തരുമോ എന്നാണ് ചോദിച്ചത്. ബാക്കി വിശേഷം അമ്മേനോട് ചോദിക്കും. അങ്ങനെ ഒരു സംഭവം ലൈഫിൽ ഉണ്ടായില്ലേ? ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ അക്യുപഞ്ചർ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ മറ്റേ അലോപ്പതിയിലേക്ക് എല്ലാരും പറഞ്ഞപ്പോ പോയിട്ടില്ല? അപ്പടെ വിളിച്ചത് തന്നെയാണ്, ജിഷ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ വിളിക്കാൻ കാരണം ഈ അക്യുപഞ്ചർ ചികിത്സ എടുക്കുമ്പോൾ ഇഞ്ചക്ഷൻ വേണ്ട മറ്റേ വേണ്ട എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് എനിക്ക് അതിലൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസത്തിന് മുകളിലാണ് എല്ലാരും പോയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടില്ല. അങ്ങനെ പലരും പേടിപ്പിച്ചിരുന്നു അല്ലെ, തലക്കാണ് സ്കാനിങ് ചെയ്യണം. ശരിക്കും ഇപ്പൊ വെച്ചാല് ഒരു വർഷമായി അല്ലെ? ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ കൊല്ലാന്ന് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അമ്മക്ക് ആ ഒരു ധൈര്യം, ഒന്നാമത് അമ്മ എന്ന് വെച്ചാൽ അലോപ്പതി ഫീൽഡിലായിരുന്നു അല്ലെ, അമ്മ നേഴ്സായിരുന്നു. അമ്മ ഒത്തിരി പേർക്ക് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അമ്മേന്റെ ആ മുട്ടുവേദന, ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആ മുട്ടുവേദന വലിയൊരു ഇതായിരുന്നു. കാരണം ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ട്രീറ്റ്മെന്റിൽ അമ്മക്കുള്ള ഒരു വിശ്വാസം, കാരണം ഒത്തിരി നമ്മൾ ട്രീറ്റ്മെന്റിന് പോയി, അലോപ്പതിയിൽ പോയി, സിദ്ധയിൽ പോയി, എന്നിട്ട് അമ്മക്ക് ആ ഒരു വേദന, അമ്മ ആരോടും വിഷമം പറയില്ല. അമ്മേന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് വേദന ഉണ്ടെങ്കിലും നന്നായിട്ട് സഹിച്ച് നടക്കും കക്ഷി, പെട്ടെന്നൊന്നും പറയില്ല. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പല ആൾ അഭിപ്രായം കേൾക്കുന്നത് അങ്ങനെയായിരുന്നു. അമ്മ വീണിട്ട് എനിക്കും അത് അത്ഭുതമായിരുന്നു, കാരണം ഞാൻ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് ഞാൻ അമ്മേനെ, എനിക്ക് എന്തെല്ലാം കാര്യം അമ്മ അതിൽ ശ്രദ്ധിച്ചേ. എന്നിട്ട് എൻ്റെ മോളോട് അവര് പറഞ്ഞ് വേഗം വെള്ളം കുടിക്ക്, മുഖം കഴുകിയാലും ബ്ലഡ് നിൽക്കാണ്ട് പോകുന്നു. നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു. കണ്ണിന്റെ മുകളിൽ പുരുകത്തിന്റെ മുകളിലായിട്ട് നല്ല ബീക്കം വരാൻ തുടങ്ങി. അപ്പോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ അമ്മക്ക് വരാൻ പറ്റുമെങ്കിൽ വേഗം വീട്ടിൽ വാ. അപ്പൊ വന്ന് ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ വീടിന്റെ മെയിൻ്റെനൻസ് പണിയെടുക്കുന്ന സമയത്തായിട്ട് ഞാൻ മണ്ണിൽ, ഞാനും ഹസ്ബൻഡും കൂടി അതിന്റെ ഒരു വർക്കായിരുന്നു. അപ്പൊ ആ വിളിച്ച സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു, മോള് കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അമ്മൂമ്മക്ക് ഇങ്ങനെ തലക്കാന്ന് നെറ്റിക്കാണ് പൊട്ടിയത്, അപ്പൊ നീ ഒന്ന് പോയിട്ട് കൂട്ടിയിട്ട് വരാൻ. അങ്ങനെ മകളാന്ന് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് കൂട്ടിയിട്ട് വന്നത്. അന്നേരം മോള് പറഞ്ഞ് അമ്മ കടന്നോ, ഫുൾ റെസ്റ്റ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ആഹാരമൊന്നും തരില്ല, ജ്യൂസ് ചെയ്തിട്ടു അത് കഴിച്ചിട്ട് കടന്നു എന്ന് പറഞ്ഞു. ആ നല്ലോണം റെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ നെറ്റി ഇങ്ങനെ വീങ്ങി വരുന്നുണ്ടേനു, മുറിവ് അപ്പാടും നല്ല പെയിനാന്ന്. അപ്പോൾ വേറെ എവിടെയും പോകാണ്ട് തന്നെ അതിനെ കടന്ന് അതേപോലെ തന്നെ അവൾ എന്നെ ശുശ്രൂഷിച്ച് ഒരു ദിവസം കൊണ്ട് കഴിക്കും വെള്ളവും ഒന്നും ഞാൻ തന്നില്ലല്ലോ, ഒന്നും തന്നിട്ടില്ല. അത് ഞാൻ അപ്പൊ എനക്ക് ക്ഷീണോ കാര്യോ അങ്ങനെ ഇത് ഭക്ഷണം കഴിക്കാത്ത ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് തന്നെ കണ്ണടിയില്ലാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടല്ലേ. മൂന്നാമത്തെ ദിവസം ഞാൻ ജോലിക്ക് പോയി. പിറ്റേന്ന് ഞാനും മോളും കൂടി കണ്ണൂർ പോയി. എന്നിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് കണ്ണടിയും വാങ്ങിയിട്ട് ജോലിക്ക് പോയി. എല്ലാവർക്കും അതിശയ, ഇങ്ങനെയാ ഇത്ര തുന്നിയിട്ടുണ്ടെങ്കിൽ 6 ദിവസം കിടക്കണോ, ഇഞ്ചക്ഷൻ ചെയ്യണോ, എന്തെല്ലാം ചെയ്യണം, സ്റ്റിച്ച് എടുക്കാൻ പോണോ. അത് അമ്മ ഇപ്പൊ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കൂട്ടിയിട്ട് പോകേണ്ടി വരും. പക്ഷെ അമ്മ ഒരു അക്യുപഞ്ചറിനെ വിശ്വസിച്ച് ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് തോന്നി. 3 ദിവസം അമ്മ നന്നായിട്ട് റെസ്റ്റ് എടുത്തു.
അക്യുപഞ്ചർ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഫോളോ ചെയ്യാൻ കഴിയും. നമ്മൾ വിശപ്പ് നോക്കിയിട്ടേ ആഹാരിക്കുള്ളൂ. നമ്മളിപ്പോ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഞാൻ അതിന് പകരം അമ്മക്ക് എന്ത് ചെയ്തു, ജ്യൂസുകള്, കരിക്ക് ജ്യൂസ്, പിന്നെ അത്തരമുള്ള കരിമ്പും ജ്യൂസ്, അത്തരം സാധനങ്ങൾ മാത്രം വേവിക്കാത്ത. കാരണം ഇവർക്ക് കുടിച്ചെന്നുള്ള ഒരു ഇതും വേണം. ഇവർക്ക് ശരിക്കും വിശപ്പുണ്ടായില്ല. അത് നമ്മൾ പറയുന്നതിനെക്കാട്ടെ വേദന ഉള്ളതുകൊണ്ട് ഇവരത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അത്ര സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ജ്യൂസ് ഫോമിലേക്ക് അമ്മേനെ മാറ്റിയത്. തീർച്ചയായിട്ടും അമ്മക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഒത്തിരി പേര് അമ്മേനെ പിന്നെയും വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണിക്കാൻ പോണം, തലയാണ്, അതിന് ഭയങ്കര പ്രശ്നവും, പിന്നീട് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരും. പക്ഷെ അമ്മ അന്നും ഇന്നും ആ ഒരു 3 ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞപ്പോ അമ്മ എല്ലാ കാര്യവും ഓടിച്ചാടി നടന്ന വ്യക്തിയാണ്. തലവേദന വന്നില്ല. അമ്മയൊന്നും വിശപ്പ് നോക്കിയിട്ടൊന്നല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയം അമ്മ ഫുഡ് കഴിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ആള് ഓടിച്ചാടി നടക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് തന്നെയാണ് ഇതില്ലാത്തതാണ് ഇന്നത്തെ എല്ലാരും ഞാൻ കണ്ടെടുത്തോളം എല്ലാരും വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി നമ്മുടെ രോഗം എന്നാ കാലുവേദന ഇങ്ങനെ പരാതി പറയുന്ന ഒരു സമൂഹം ശരിക്കും നമ്മളെ ചുറ്റിലുള്ളത്. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ അതൊക്കെ വേദനകൾക്കും ഉണ്ടാവും വയസ്സാ, പക്ഷെ അതൊന്നും ആരും മുന്നിലും കാണിക്കില്ല. പക്ഷെ നല്ല ആക്റ്റീവ്, ഇപ്പോഴും ജോലി ചെയ്യാൻ പറ്റുന്ന അതിൽ സന്തോഷവതിയാണ്. അമ്മക്ക് ഇഷ്ടമാണ്. അമ്മ ജോലി ഇല്ലെങ്കിൽ പോലും സ്ഥിരം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ജോലി കൂടി അമ്മക്കായി നല്ലൊരു സന്തോഷവും സമാധാനവും തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മൾ ഹോൾ ബോഡിയിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളിലും അതിന് അസുഖം മാറിക്കിട്ടുന്നത് കാണാം. നിങ്ങൾ എപ്പോഴും ആ 4G പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് അസുഖം ആയിക്കോട്ടെ, അപകടം ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.